നമസ്കാരം. ഹിസ്ബുള്ള ഭീകരവാദികൾക്ക് അഭയം നൽകുകയും അവർക്ക് എല്ലാ തരത്തിലുള്ള പരിശീലനവും പണവും എല്ലാം നൽകുന്ന ലെബനനെതിരെ തുറന്ന യുദ്ധത്തിന് തയ്യാറെടുത്ത് ഇസ്രായേൽ. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ സൈനിക ജനറൽമാർ യോഗം ചേർന്ന് ആക്രമണത്തിൻ്റെ രൂപരേഖ ചർച്ച ചെയ്ത് അതിന് അന്തിമ രൂപം നൽകി. നിരന്തരമായി ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾക്ക് തടയിടാനും ഭാവിയിൽ യാതൊരു തരത്തിലുമുള്ള ഹിസ്ബുള്ള ഭീഷണി ഉണ്ടാകാതിരിക്കാനുമാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു കടും നിലപാടിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഉത്തരമേഖലാ കമാൻഡ് മേജർ ജനറൽ ഒറി ഗോർദൻ, ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് മേജർ ജനറൽ ഒദേദ് ബൈസുക് എന്നിവരാണ് ഈ രൂപരേഖയ്ക്ക് അന്തിമ രൂപം നൽകിയതും അംഗീകാരം നൽകിയതും. ഇത് സംബന്ധിച്ച് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി തന്നെ ഈ യോഗത്തിലെ തീരുമാനങ്ങൾ പുറത്തുവിടുകയായിരുന്നു. ലെബനനിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രായേൽ സൈന്യം പൂർണ്ണ സജ്ജമാണ് എന്ന് തന്നെയാണ് ഈ ജനറൽമാർ പങ്കെടുത്ത യോഗത്തിലുണ്ടായ തീരുമാനം. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം നിരന്തരമായി തങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ളയെ തീർക്കാതെ ഇനി മറ്റ് മാർഗങ്ങളില്ല എന്ന് ഒടുവിൽ ഇസ്രായേൽ തീരുമാനമെടുക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം കഴിഞ്ഞയാഴ്ച തന്നെ ഇസ്രായേൽ ഏതാണ്ട് പ്രഖ്യാപിച്ച മട്ടിലായിരുന്നു. ഹിസ്ബുള്ളയെ സഹായിക്കുന്ന ലെബനന് നേർക്ക് വേണ്ടി വന്നാൽ തങ്ങൾ തുറന്ന യുദ്ധം ചെയ്യും എന്ന രീതിയിലും ഇസ്രായേൽ കഴിഞ്ഞയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ലെബനൻ അതിർത്തിയോട് ചേർന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ച ഒരു ഡ്രോൺ തങ്ങൾ താർത്തിട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഡ്രോൺ ഇസ്രായേൽ ഭാഗത്തേക്ക് നീങ്ങുന്നത് സൈന്യത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് അവർ ഇതിനെ വെടിവെച്ചിട്ടത്. അതിനിടെ ലെബനനിലെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമസേന ശക്തമായ തോതിൽ ബോംബാക്രമണം നടത്തി. തൈബെ, ഒഡൈസെ, ജബീൻ തുടങ്ങിയ മേഖലകളിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ള താവളങ്ങളൊക്കെ തന്നെ ഈ ആക്രമണത്തിൽ തകർന്നതായിട്ടാണ് റിപ്പോർട്ട്. ഇവിടെയുള്ള പല കെട്ടിടങ്ങളും ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നതായിരുന്നുവെന്നും അവയെല്ലാം തന്നെ തങ്ങൾ തകർത്തതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. അതിനിടെ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളുടെയും മാപ്പ് തങ്ങളുടെ കൈവശമുണ്ടെന്നും തങ്ങൾ ഈ മേഖലകളൊക്കെ തന്നെ ആക്രമിക്കും എന്നും സൂചന നൽകി ഹിസ്ബുള്ളയും ചില മാപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവ ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ചതാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏതാണ്ട് 10 മിനിറ്റ് വരുന്ന ദൃശ്യങ്ങളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നാളിതുവരെയുള്ള പോരാട്ടങ്ങളിൽ തങ്ങൾക്ക് 341 അംഗങ്ങളെ നഷ്ടപ്പെട്ടു എന്നാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ അവകാശപ്പെടുന്നത്. ലെബനനിൽ നിന്ന് മാത്രമല്ല സിറിയയിൽ നിന്നും ഹിസ്ബുള്ള തീവ്രവാദികൾ നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അതിർത്തി മേഖലകളിലാണ്. ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ അതിർത്തി മേഖലകളിലെ പല പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇവർ നിരന്തരമായി ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോക്കറ്റ് ആക്രമണ കാര്യങ്ങളിലെ വിദഗ്ധനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചിരുന്നു. എങ്കിലും നിരന്തരമായി ഓരോ ദിവസവും ഒരു ദിവസം പോലും ഇടതടവില്ലാതെ എങ്ങനെയാണ് ഇവർ ഇസ്രായേലിലേക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യവും. അതിനിടയിലാണ് ലെബനനെ ആക്രമിക്കാൻ തന്നെ ഉള്ള രൂപരേഖയ്ക്ക് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അന്തിമ അനുമതി നൽകിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ ഒരു ആക്രമണത്തിനായിരിക്കാം മിക്കവാറും ലെബനന് സാക്ഷ്യം വഹിക്കുക. ഒപ്പം ഇത് സിറിയയ്ക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇറാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് ലെബനനിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹിസ്ബുള്ള താവളങ്ങൾ തകർക്കുകയാണെങ്കിൽ ഇറാൻ നേരിട്ട് ഇസ്രായേലുമായി യുദ്ധത്തിന് വരാൻ സാധ്യതയുണ്ട് എന്നും അത് ഈ മേഖലയിലെ സ്ഥിതി കൂടുതൽ സംഘർഷഭരിതമാക്കും എന്നുമായിരുന്നു അമേരിക്കയുടെ മുന്നറിയിപ്പ്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങളിൽ ഹിസ്ബുള്ള ഇത്തരത്തിലുള്ള നിരന്തരമായ ആക്രമണം ലെബനിൽ നിന്ന് തുടരുന്ന സാഹചര്യത്തിൽ ഹിസ്ബുള്ളയെ തീർക്കുകയല്ലാതെ തങ്ങൾക്ക് വേറെ മറ്റ് മാർഗങ്ങളില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ സൈന്യം. അതുകൊണ്ട് തന്നെയാണ് സൈനിക ജനറൽമാർ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് തന്നെ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം കൈക്കൊണ്ടത്.